ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കുറച്ച് കാലത്തിന് ശേഷമായിരിക്കും കാണുന്നുണ്ടാവുക. ഞാൻ ഏകദേശം ഒരു 12 ദിവസത്തോളമായിട്ട് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഒപ്പിച്ചിടാറുണ്ടായിരുന്നു. എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ടായിരുന്നു വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എഗെയിൻ നമ്മുടെ ആ ഒരു പഴയ ഇതിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ഹോൾ വീഡിയോ ആണ്. അതും സ്മിറ്റൻ ഹോൾ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് കാത്തിരുന്ന് ലാസ്റ്റ് സ്മിറ്റൻ പ്രൊഡക്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഇന്ന് ഓരോ പ്രൊഡക്ട്സ് ഞാൻ ഏതൊക്കെ പ്രൊഡക്ട്സാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു 2 ബോക്സ് ആട്ടോ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സ് നിറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് നോർമലി നമ്മുടെ സ്മിറ്റനിൽ നിങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 6 പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അതിൽ കുറവ് പ്രൊഡക്ട്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. കാരണം 6 ട്രയൽ പോയിന്റ്സ് വെച്ചിട്ടാണ് നമുക്ക് സ്മിറ്റനിൽ പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് പറ്റുക. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൽ ഒരു സാധനത്തിൽ തന്നെ, അതായത് ഒരു ബോക്സിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 9 8 സാധനങ്ങളുണ്ട്. ഒന്നിൽ 7 സാധനം, ഒന്നിൽ 8 സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബോക്സിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു പ്ലമ്മിൻ്റെ ഷവർ ജെൽ ആണ് കേട്ടോ. ഇത് 50 ml ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. ഞാനിതിൽ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കൂടുതലും ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ 15 ml 5 ml ഒക്കെ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അതൊക്കെ കുട്ടി പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി വരുന്നതാണ് നോക്കി വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഒരു പ്രൊഡക്റ്റ് മാത്രം ഞാനൊരു 15 ml എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാക്കേജിങ് കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടമായിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഫസ്റ്റ് വൺ ഇതാണ് പ്ലമ്മിൻ്റെ ഈ ഒരു ഷവർ ജെൽ. ഇത് 50 ml ഓഫ് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പ്ലമ്മിൻ്റെ ഈ ഒരു ബോഡി മിസ്റ്റ് ആണ്. ഇത് 30 ml വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഉണ്ട്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഒക്കെ അവർ കൊടുത്തിട്ടുള്ളത് 150 എന്നൊക്കെയാണ് കേട്ടോ. അത്ര ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതാണ് സെക്കൻഡ് ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ 50 ml ഓഫ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഞാൻ കുറേ ആയിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. സെറ്റാഫിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് കുട്ടി പാക്കിംഗ് ആട്ടോ. ഇതാ എൻ്റെ ഈ ഒരു വിരലിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. 25 ml ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസം യൂസ് ചെയ്യാനായിട്ടുള്ളത് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ ഒരു മില്യൺ കളേഴ്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതാ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ലക്ഷറി ടൈപ്പ് ഓഫ് ഒരു പാക്കേജിങ് ഒക്കെയാണ് പുറമേയുള്ള ഒരു പാക്കേജിങ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് പിങ്ക് ഷെയ്ഡാണ്. ഇത് കുറച്ച് മെസ്സി ആയിട്ടായിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാട്ടോ. പിന്നെ ഞാൻ കയ്യിലൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. പിന്നെ മില്യൺ കളേഴ്സിൻ്റെ തന്നെ ഒരു മസ്കാര ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്താ പറയുക, 2 ആണോ 3 ആണോ എന്നറിയില്ല. ഈ ലിപ്സ്റ്റിക്കും അതുപോലെ ഈ മസ്കാരൻ്റെ ഒക്കെ വരുന്നത് 3 ട്രയൽ പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആകെ 6 ട്രയൽ പോയിന്റ്സ് അല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ എങ്ങനെയാണ് 3 ട്രയൽ പോയിന്റ്സ് ഉള്ള പ്രൊഡക്ട്സ് ഞാനിപ്പോൾ ഇത് കാണിച്ചു. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇതിന് 3 ട്രയൽ പോയിന്റ്സാണ് വരുന്നത്. പിന്നെ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിനൊക്കെ 3 ട്രയൽ പോയിന്റ്സും 2 ട്രയൽ പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ 3ഉം 2ഉം ട്രയൽ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ ട്രയലിൻ്റെ ആ ഒരു പോയിന്റ്സിൽ ഡിഫറൻസ് വരില്ലേ? അതായത് ആകെ നമുക്ക് 6 ട്രയൽ പോയിന്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. പിന്നെ ഇവരിതിൻ്റെ കൂടെ എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, ലീവർ ആയുഷിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ്. പക്ഷേ 5 gram ഓഫ് പ്രൊഡക്റ്റ്. ഇത് വെച്ചിട്ട് എനിക്ക് ഒരു നേരം പല്ല് തയ്ക്കാൻ ഉണ്ടാവും. ഈ ഒരു എൻ്റെ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അതായത് ഗിഫ്റ്റ് ഓപ്ഷൻസ് ഒന്നും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫ്രീബീസ് ഒന്നും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം വേറൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ അതും ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം ഓക്കെ, ഇനി നെക്സ്റ്റ് ബോക്സ് നോക്കാം. നെക്സ്റ്റ് ബോക്സിൽ ഇത് ഇത്രയും സാധനം ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് എം കഫേൻ്റെ ഈ ഒരു കോഫി സ്ക്രബാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 25 gram ഓഫ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓർഗാനിക് ഹാർവെസ്റ്റിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ആട്ടോ. ഇത് 50 gram ഉണ്ട് കേട്ടോ. 50 ml പ്രൊഡക്റ്റ് ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫേസ് വാഷ് ഒക്കെ ഞാൻ 50 ml എടുത്തിട്ടുള്ളത്. 15 ml ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ എനിക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഞാൻ എഗെയിൻ ഒരു ഷവർ ജെൽ തന്നെയാണ് ഇതിൽ ഓർഡർ ചെയ്തിട്ടുള്ളത്, പ്ലമ്മിൻ്റെ. പിന്നെ പ്ലമ്മിൻ്റെ തന്നെ ഈ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു ഷാമ്പു വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 20 ml ഓഫ് പ്രൊഡക്റ്റ് ആട്ടോ. അത് എത്ര വലുപ്പമുള്ള കുട്ടി പ്രൊഡക്റ്റാണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് കോജിക് ആസിഡ് സിറാണ് കേട്ടോ, ഡെർമാക്കോ എന്നുള്ള ബ്രാൻഡിൻ്റെ. ഇതെനിക്ക് ഭയങ്കര
അതായത് ഒരു ലാഭമായിട്ട് തോന്നി. കാരണം ഇതിന് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ 200 സംതിങ് റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെയിം റേറ്റ് 10 ml ഓഫ് പ്രൊഡക്റ്റ് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാവേ. ഇതാ 10 ml ഓഫ് പ്രൊഡക്റ്റ്. ഇത് 3 ട്രയൽ പോയിന്റ്സ് ആട്ടോ ഈ ഒരു കോജിക് ആസിഡ് സിറത്തിന് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അതാണൊന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബയോ ഓർഗാനിക്കിന്റെ മുൾത്താനി മിട്ടി പൗഡർ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 30 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഞാനൊരു റേസർ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ഐബ്രോസ് അതുപോലെ ഫേസ് ഒക്കെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ റേസർ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നല്ല റേസർ ആട്ടോ. ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല മൂർച്ചയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു റേസറിന്. ഞാൻ കാണിച്ചാലേ, ഇതാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് താത്തി വയ്ക്കും. പിന്നെ ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തത്. 15 ml വരുന്നുള്ളൂ. ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ കണ്ടു ഇതാട്ടോ. ഇതിൻ്റെ ഈ പാക്കേജിങ് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ഇത് സെലക്ട് ചെയ്തത്. പ്രൊഡക്റ്റ് കുറച്ചുണ്ടാവുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. 15 ml എന്ന് പറയുമ്പോൾ ഇത്രയല്ലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഈ പാക്കേജിങ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് അല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അങ്ങനെ ആ പാക്കേജിങ് മാത്രം കണ്ടിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലെ നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് തുറക്കാം. ഇതിൻ്റെ സ്മെല്ല് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇല്ലേ, ജെൽ മോയ്സ്ചറൈസർ, ഓയിലി സ്കിന്നൊക്കെ പറ്റുന്ന ഹൈലറോണിക് ആസിഡ് വരുന്നത്, അതിൻ്റെ ഒരു സെയിം സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നി കേട്ടോ. അതിൻ്റെ കറക്റ്റ് സ്മെല്ലാണ്. അപ്പോൾ അത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ബോക്സിൽ ഞാൻ 6 പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് അവർ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ്. അങ്ങനെ മൊത്തത്തിൽ 7 പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത്തെ ബോക്സിൽ എന്ന് പറയുന്നത് 8 പ്രൊഡക്ട്സ് ആണ് ടോട്ടൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് August 10th ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 2 ബോക്സും. അപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ August 15th സ്വാതന്ത്ര്യദിനം വരാൻ പോകുന്നതിൻ്റെ എന്തോ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെയാണോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണോ എന്ന് അറിയില്ല. സ്മിറ്റണിൽ നമുക്ക് ഓൾറെഡി സ്മിറ്റൺ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന, സ്മിറ്റൺ എന്നുള്ള ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് 6 ട്രയൽ പോയിന്റ്സ് കിട്ടും. ഈ ട്രയൽ പോയിന്റ്സ് യൂസ് ചെയ്തിട്ടല്ലേ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ അന്നത്തെ ഒരു ഓഫർ പ്രകാരം നമ്മൾ എക്സ്ട്രാ ഒരു 1 rupees അങ്ങനെ എന്തോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് എക്സ്പ്ലോറർ പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെനിഫിറ്റ് കൂടി കിട്ടും. ഈ ട്രെൻഡ് എക്സ്പ്ലോറർ പാസ് കിട്ടിക്കഴിഞ്ഞാൽ 6 ട്രയൽ പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടും. നമുക്ക് ഓൾറെഡി ഉള്ള 6 ട്രയൽ പോയിന്റ്സ് കൂടാതെ എക്സ്ട്രാ 6 ട്രയൽ പോയിന്റ്സും കൂടി കിട്ടുമായിരുന്നു. അങ്ങനെയാണ് എനിക്കിപ്പോൾ 12 ട്രയൽ പോയിന്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഇതിലുള്ള ഓരോ ബോക്സും വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ബോക്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 241 rupees ആണ് എനിക്ക് ടോട്ടൽ ആയിട്ടുള്ളത് കേട്ടോ. അതായത് 236 രൂപയാണ് ടോട്ടൽ ആവുക. അത് കൂടാതെ ഒരു കൺവീനിയൻസ് ഫീന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു പൈസ കൂടി വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 241 രൂപയ്ക്കാണ് ഞാൻ ഇത്രയും പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഒറ്റ ഓർഡറിൽ തന്നെ 8 പ്രൊഡക്ട്സ്. ഞാൻ സെക്കൻഡ് ബോക്സിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സ് ഇല്ലേ, സെക്കൻഡ് ബോക്സിലല്ല ഫസ്റ്റ് ബോക്സിൽ കാണിച്ചു തന്നിട്ടുള്ള പ്രൊഡക്ട്സിൽ ലിപ്സ്റ്റിക്ക് അതുപോലെ മസ്കാര അതൊക്കെ 3 അതുപോലെ 2 ഒക്കെ ട്രയൽ പോയിന്റ്സ് വരുന്നതാണ്. ലിപ്സ്റ്റിക് ഒക്കെ എന്തായാലും 3 ട്രയൽ പോയിന്റ്സ് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ 1-2 പ്രൊഡക്ട്സ് 3 ട്രയൽ പോയിന്റ്സ് ഒക്കെ വരുന്നതുണ്ട്. അപ്പം എന്നിട്ടും 6 പ്രൊഡക്ട്സ് കിട്ടിയിട്ടുള്ളത് ഈ 12 ട്രയൽ പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്രയും ഓർഡേഴ്സ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഓരോ ട്രയൽ പോയിന്റ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഈ ഒരു ട്രെൻഡ് എക്സ്പ്ലോറർ പാസ് ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ August 15 ആ ഒരു ഓഫറിന്റെ ഭാഗമായിട്ടുള്ളതാണോ എന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഈ ടൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാലോ. 12 ട്രയൽ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോർമലി 6 ട്രയൽ പോയിന്റ്സ് വെച്ച് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ബി ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഫ്രീ ഗിഫ്റ്റ്സ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ട്രെൻഡ് എക്സ്പ്ലോറർ പാസ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ബി കിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇതാണ് ലാഭമായിട്ട് തോന്നിയത്. കാരണം ഫ്രീ ബി ആകുമ്പോൾ നമുക്ക് ഏറിപ്പോയ 2 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 3 പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്നുള്ള ആ തന്നിട്ടുള്ള ലിസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളതല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് 6 ട്രയൽ പോയിന്റ്സ് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള 6 പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. 3-4 പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ 12 ട്രയൽ പോയിന്റ്സിൻ്റെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ വാങ്ങിക്കാമെന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ബി ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് 6 പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അതിൽ കുറവ് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്തിട്ട് ഫ്രീ ബി ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴും എന്തൊക്കെയോ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണമെന്ന് വിചാരിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് ഒക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഓരോ പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, അതുപോലെ എല്ലാം ഒന്നും ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ വീഡിയോസ് ഒക്കെ ഞാൻ പിന്നെ എൻ്റെ ഷോർട്സിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും.
വിചാരിക്കുന്നു. എങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.